ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ മെസ്സേജസ് റീഡിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഓക്കെ, എനിവേ സെൽഫ് ലവ് ബാച്ചിനെ കുറിച്ച് പറയാനാണ് മെയിനായിട്ട്. ഞാൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഓർക്കുക, അത് US നമ്പറാണ്. ഞാൻ കൊടുക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഞാൻ US വേണ്ട കോഡ് ചേർത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. 001 എന്ന് ചേർക്കുക ആദ്യം, അല്ല എന്നുണ്ടെങ്കിൽ +1 എന്ന് ചേർക്കാം. ഓക്കെ, പക്ഷെ ഞാൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ മതി, സേവ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നത്, വിത്ത് കോഡാണ് ഞാൻ കൊടുക്കുന്നത്. സോ അതേപോലെ നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, നമ്പർ. ആൻഡ് സെൽഫ് ലവ് ബാച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 6th സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്രൈഡേ ആണ്. സോ മേ ബി ആ ഒരു ഫ്രൈഡേ സാറ്റർഡേ നമ്മളൊന്ന് ഒരു 21 ദിവസത്തെ ക്ലാസ് എന്നല്ല ഞാൻ വിളിക്കുന്നതിനെ. ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് അവിടെ എന്തോ നമ്മൾ പഠിക്കാൻ പോകും. അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരും ഞാൻ. അതായത് രാവിലെ തന്നെ നിങ്ങൾ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ട് വെക്കും. കാരണം ഒന്നാമത് ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. സോ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കിടക്കാനുള്ള സമയമാവും അപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ് ഞാൻ ഇട്ട് വെക്കും. ഓക്കെ, അതൊരു സെപ്പറേറ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കിയിട്ടാണ് വെക്കുക. സോ അവിടെ ആ മെസ്സേജസ് അത് അവിടെ തന്നെ കിടക്കും. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും വരില്ല, ചാറ്റ്സ് വരില്ല, ഒന്നും വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് എങ്ങാനും ഞാനിപ്പോൾ വല്ലപ്പോഴും അത് ഡിലീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, സെപ്പറേറ്റ്ലി അയച്ചു തരാം. ഡോണ്ട് വറി. ഓക്കെ, അതിൽ തന്നെ അപ്ഡേറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, സോ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിടും. അത് നിങ്ങൾക്ക് ആ ഫുൾ ഡേ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 10-20 മിനിറ്റ് ചിലപ്പോൾ മേ ബി നിങ്ങൾക്കൊന്ന് ഇരുന്ന് എഴുതാനോ വലുതും ഉണ്ടാവാം. 10 മിനിറ്റോ 20 മിനിറ്റോ മാക്സിമം. ഓക്കെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഇത് നിങ്ങൾക്ക് ദിവസം ഫുൾ സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ച് കാര്യം ഒരു 5 മിനിറ്റ് ചെയ്യുക, 10 മിനിറ്റ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും ചെയ്യുക. സോ നിങ്ങൾക്ക് സമയം കിട്ടും, ഡോണ്ട് വറി. ഓക്കെ, ഇതിന് വേണ്ടി അങ്ങനെ നിങ്ങളൊന്ന് വളരെ ഒരുപാട് സമയം മാറ്റി വെച്ചിരിക്കേണ്ടി ഒന്നും വരില്ല. നിങ്ങളുടെ ദിവസത്തിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടി ഇൻക്ലൂഡ് ചെയ്ത് പോകാനുള്ള പോലെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. കാരണം നമ്മൾ ചിലത് ചിന്തിക്കാനുണ്ടാവും, ചിലത് പ്രവർത്തിക്കാനുണ്ടാവും, ചിലത് ചെയ്യാനുണ്ടാവും, ചിലത് എഴുതാനുണ്ടാവും. സോ അതെല്ലാം നിങ്ങളുടെ ദിവസത്തിൻ്റെ നമ്മൾ ജോയിൻ്റ് ആയിട്ട് തന്നെ അത് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അല്ല ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, ഞാനിപ്പോൾ ഈ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോഴും അത് നിങ്ങൾക്ക് ലൈക്ക് പിന്നീടായാലും നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഓർമ്മ വന്നിട്ട് ഞാൻ ഒന്നെടുത്ത് ചെയ്യട്ടെ എന്ന് തോന്നിയാൽ നിങ്ങൾക്കത് അപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ചിലവർ പറയാറുണ്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യും, ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്യും, ചിലപ്പോൾ ഇടയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, കണ്ടിന്യൂസ് 21 ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും അവർ പിന്നീടായാലും അതെടുത്ത് ചെയ്ത് ഗുണം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഓക്കെ, സോ അതെപ്പോഴായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ വൈകിട്ട് കുറച്ച് നേരം, പകലൊന്നും ഗ്രൂപ്പ് ഓപ്പൺ ആവില്ല. ഞാൻ വൈകിട്ട് കുറച്ച് നേരം, അതായത് നാട്ടിലെ സമയം വൈകിട്ട് ഒരു 7 എൻ്റെ കണക്കിൽ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഒരു 7 തൊട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 7 തുടങ്ങിയാലേ നമുക്കൊരു 8-8:30 മാക്സിമം നമുക്ക് തീർക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ഡിന്നർ ടൈം ആകുമ്പോഴേക്കും ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് സംസാരിച്ചിരുന്ന അവിടെ സമയം പോകും, എനിക്കറിയാം. കാരണം അത് തീരില്ല. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യുക, ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെ മാനേജ് ചെയ്യാം, മൂഡ് നമ്മളിങ്ങനെ കുറച്ച് ഡൗൺ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമുക്ക് അവിടെ ഡിസ്കഷൻ്റെ സമയം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെക്കുറിച്ച്. ഓക്കെ, ഞാൻ ഒരുവിധം ഫുൾ ടൈം ഞാൻ അവിടെ അവൈലബിൾ ആവാൻ ഞാൻ ശ്രമിക്കും. ഇടയിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കപ്പെട്ടാൽ മാത്രം. ഓക്കെ, ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ഉണ്ടായിന്ന് വരില്ല. ബട്ട് മോസ്റ്റ്ലി ഞാൻ അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 21 ദിവസം നമ്മൾ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ മാറ്റി വെക്കണം. നിങ്ങൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ ഉണ്ടാവണം. ഓക്കെ, സോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ചില ദിവസം പറ്റില്ല, എനിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ ചിലപ്പോൾ ഡിസ്റ്റർബായി പോകാറുണ്ട്. ബട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ, അല്ലെങ്കിൽ ഞാൻ പിന്നീടായാലും എനിക്ക് ആൻസർ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കെ, നമ്മൾ കൂടുതലും അവിടെ ലൈക്ക് ലൈഫിൻ്റെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ കുറേ സ്പിരിച്വൽ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അവനവനെക്കുറിച്ച് കുറേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളുമായിട്ട് വൈകിട്ട് കുറച്ച് നേരം ഗ്രൂപ്പ് ഓപ്പൺ ആവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ചില റുട്ടീൻസ്, നിങ്ങൾ ഡെയിലി റുട്ടീനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതൊക്കെ നിങ്ങൾക്ക് പക്ഷെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തരും. ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യം പോലെയാണ്. ഇത് നിങ്ങൾ സമയം ഉണ്ടാവുമോ, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങ് ആലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ചെയ്താൽ പക്ഷെ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതിന് വേണ്ടിയുള്ള സമയം എടുക്കും. അങ്ങനെയാണ്. അല്ല ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങളൊരു സമയത്തിൽ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളെ കൊണ്ട് അത് എന്തെങ്കിലും ഒരു യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇല്ലാതിരിക്കില്ല.
ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ സെൽഫ് ലവ് ക്ലാസ്സിൻ്റെ പ്ലാന്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, മെസ്സേജ് വാട്സാപ്പിൽ നിങ്ങൾ പ്ലീസ് എനിക്ക് കോൾ ചെയ്യാതിരിക്കുക. കാരണം കോൾ ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ ഇവിടെ US നമ്പറാണ്. സോ നിങ്ങൾ ഡയറക്റ്റ് കോൾ എങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇവിടെ വോയിസ് മെയിലിലേക്ക് പോകുന്നത്, ഇവിടത്തേക്ക് വോയിസ് മെയിൽ സെറ്റപ്പാണ്, ഓൾറെഡി ഉള്ളതാണ്. വോയിസ് മെയിലിലേക്ക് പോയാലും ആ കോൾ പിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോകും. ഓക്കെ, ഓർക്കുക, ഇൻ്റർനാഷണലാണ് പോകുന്നത്. അത് മാത്രമല്ല വാട്സാപ്പിലും കോൾ ചെയ്യാതിരിക്കുക പ്ലീസ്. കാരണം ഞാൻ ഇവിടെ റീഡിങ്സ് എടുക്കുന്നുണ്ടാവും, എനിക്ക് റീഡിങ്സിൻ്റെ കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയങ്ങളായിരിക്കും. ഓക്കെ, ഓരോ ഡിഫറൻസ് ഉണ്ട്. സോ അന്ന് ഓർത്ത് വയ്ക്കുക, മെസ്സേജ് ചെയ്യുക പ്ലീസ്. ഓക്കെ, മെസ്സേജ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാതെ ഇരുന്നിട്ടില്ല എന്ന് വരെ എനിക്കറിയാം. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ, 1.5 കൊല്ലത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആർക്കും അങ്ങനെ റിപ്ലൈ ചെയ്യാൻ വിട്ടിട്ടുണ്ടെന്ന്. എങ്ങാനും വിട്ടുപോയാൽ തന്നെ അത് അറിയാതെ അബദ്ധത്തിൽ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ റിപ്ലൈ തരും, കുറച്ച് സമയം ഡിലേ ഉണ്ടാവും, കാരണം സം ടൈം ഡിഫറൻസ് ഉണ്ട്, പിന്നെ എൻ്റെ പണികളുണ്ടാവും, എല്ലാം തീർത്തിട്ട് ഇടയിൽ കൂടി ആയിരിക്കും ഞാൻ ചിലപ്പോൾ കേൾക്കാനൊക്കെ നിൽക്കുക. ഓക്കെ, സോ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും മെസ്സേജ് ഇട്ടിട്ട് ഒന്ന് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, സോ തൽക്കാലം നിങ്ങൾക്ക് ആദ്യം മെസ്സേജ് ഇട്ടിട്ട് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് വരുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ജസ്റ്റ് ഇന്ന് സിമ്പിൾ ജസ്റ്റ് ചെറിയ റീഡിങ് വയ്ക്കുന്നുള്ളൂ, കൂടുതൽ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഫ്ലൈ, ഫ്രണ്ട്, ഡീറ്റെയിൽസ്, ഹീലിംഗ്, ബ്യൂട്ടിഫുൾ കാർഡ്സ്, വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒബ്സെഷൻ, ഓക്കെ, ഫോക്കസ്, പോസിറ്റിവിറ്റി, antidote, clarity and time. ഓക്കെ, മെയിനായിട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, ബി റെഡി ടു ഫ്ലൈ, ഗെറ്റ് റെഡി ടു ഫ്ലൈ. അതായത് നിങ്ങൾ ഒരു പറക്കാൻ തയ്യാറാവുക എന്ന് തന്നെയാണ്. ഓക്കെ, പറക്കുക എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ മനസ്സ് ശാന്തമായിട്ട് എല്ലാം ഫ്രീ മൈൻഡോടെ ഓക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്ന രീതിയിൽ പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറാവുക എന്ന രീതിയിൽ പറയാം. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതിന് നിങ്ങൾ തന്നെ തയ്യാറെടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള സമയമാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം എന്ന് കാണുന്നുണ്ട്. ദിസ് ഈസ് യുവർ ടൈം. ഓക്കെ, നിങ്ങളുടെ സമയം വരികയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനെ മാറ്റിയെടുക്കുക, അവനവനെ നിങ്ങളൊരു കോൺഫിഡൻസ് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു ഫ്രണ്ട് കാണാം. നല്ലൊരു കാർഡാണിത്. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് ഡീറ്റെയിൽസും ക്ലാരിറ്റി ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവാം നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്നത് ആ കാര്യത്തിനെ, അതിപ്പോൾ ഈ ഫ്രണ്ടിനെ കുറിച്ച് ആവണമെന്നില്ല, അല്ലെങ്കിലും ഏത് തന്നെ കാര്യമായാലും ശരി, നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും കാര്യത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഡീറ്റെയിൽസ് ഒന്നൊന്നായിട്ടൊന്ന് എല്ലാം അന്വേഷിക്കാം. എനിക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന പോലെയല്ലേ, ബൈനോക്കുലർ അല്ല സോറി മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട് സൂക്ഷിച്ച് നോക്കുന്ന പോലെയാണ് ഓരോ ഡീറ്റെയിലും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവാം. ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ഓക്കെ, അതിനുവേണ്ടി പക്ഷെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിപ്പോൾ ഈ ഫ്രണ്ടിനെ കുറിച്ചായാലും ശരി, ചിലവർക്ക് കേട്ടോ എനിക്ക് തോന്നിയതുകൊണ്ട് കണക്ഷൻ പറഞ്ഞാണ്. അല്ലാത്തവർക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ഹീലിംഗ് ഉണ്ട്. ഹീലിംഗ് എന്ന് പറയാൻ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും ശരി, ജോലി സ്ഥലത്ത് ഇഷ്യൂ ആയാലും ശരി, നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സമയമാവുന്നു. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് മാറ്റിയെടുക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം നിങ്ങൾ. ആൻഡ് ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവാം. കാരണം യെല്ലോ കളർ ഞാൻ കോൺഫിഡൻസ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. യെല്ലോ ഈസ് ഫോർ കോൺഫിഡൻസ്, യെല്ലോ ഈസ് ലൈക്ക് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. സോ മേ ബി നല്ലൊരു ഫ്രണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നും എടുക്കാം. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്, കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അതിനൊന്നും വേണ്ടി ചിലപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എടുത്തു ചാടി ഒന്നും ടെൻഷൻ അടിക്കുക എന്തെങ്കിലും ചെയ്യുകയൊന്നും ചെയ്യരുത്. കുറച്ചൊന്ന് ക്ഷമയോടെ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, ക്ഷമയോടെ അന്വേഷിച്ച് മനസ്സിലാക്കി ക്ഷമയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ക്ലാരിറ്റി വരും. വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒബ്സെഷൻ, നിങ്ങൾ ഒരുപാട് ഒബ്സസീവായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഓക്കെ, നെഗറ്റീവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരേ കാര്യത്തിന് മനസ്സിലിട്ട് ഒരുപാട് തവണ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ അത് ഒരു തരം ഒബ്സെഷനിലേക്ക് പോകും. ആ ഒബ്സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് കയറിയും വരും.
ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങളൊന്ന് അധികം ഒബ്സസ്ഡ് ആവാതിരിക്കാം. അതിപ്പോൾ ഒരു പേഴ്സണോടായാലും ശരി, ഒരു കാര്യത്തിനോടായാലും ശരി, എന്തിനെ കുറിച്ചായാലും ശരി, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഒബ്സസ്ഡ് ആവാതിരിക്കാം. ഓക്കെ, ഒന്ന് സമാധാനത്തിലിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശാന്തതയോടെ, ഓക്കെ, ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. ആൻഡ് ഇവിടെ ഫോക്കസ് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക കാര്യങ്ങൾ. ആൻഡ് ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് വെക്കാം. ഓക്കെ, വേറെ അനാവശ്യ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചിന്തിച്ച് ഒരുപാട്, അതാണ് അഗെയിൻ സെയിം തിങ്. ലൈക്ക് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കാം. ഓക്കെ, അതിലിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒരുപാട് ഒബ്സസ്ഡ് ആണെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളെ പിന്നോട്ട് വലിക്കും. ഓക്കെ, സോ ബി കെയർഫുൾ ആൻഡ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അതാണ് സെയിം കാര്യമാണ് വരുന്നത്. നിങ്ങളോട് പറയുന്ന പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അഗെയിൻ യെല്ലോ ഞാൻ പറഞ്ഞു, കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം. ഓക്കെ, ആൻഡ് ഇവിടെ ആൻറ്റിഡോട്ട് ഹാൻഡ് ഹീലിംഗ് രണ്ടും ഒന്നിച്ച് പറയുന്നുണ്ട്. സോ മേ ബി ചിലവർക്ക് ഹെൽത്ത് ഹീലിംഗ് ആയിരിക്കും. ഓക്കെ, ചിലവർക്ക് ഇവിടെ സ്പെഷ്യൽ ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങളുടെ ഹെൽത്ത് വല്ലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുക. ഓക്കെ, ഹെൽത്ത് ചെക്കപ്സ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു മരുന്ന് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ മരുന്നാണ് അല്ലേ, മരുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഹീലാവുക, നിങ്ങൾക്ക് ഹെൽത്ത് ബെറ്റർ ആക്കാനുള്ള മരുന്ന് നിങ്ങൾക്ക്. പക്ഷെ അതിനായി നിങ്ങൾ നല്ലോണം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഹീലിംഗ് വരും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷൻ ആയാലും ശരി, അതിനും ഒരു മരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും. ഓക്കെ, ആൻഡ് ക്ലാരിറ്റി, നിങ്ങൾ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നല്ലോണം ഡെപ്തിൽ എല്ലാത്തിനും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബട്ട് അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ്, ആക്ച്വലി എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സയൻസ് കാണിച്ചു തരുന്നുണ്ട്. ഫെദർ ഉണ്ട്, ലെറ്റ് ഇറ്റ് അൺഫോൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കാര്യങ്ങൾ തനിയെ നടക്കട്ടെ. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നിങ്ങൾ സ്ട്രെസ് ആവരുത്. ആ ഒബ്സഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ വെറുതെ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും. സോ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ടാവും, തെറ്റെല്ലാം പോസിറ്റീവായിട്ട് വരും എന്നുള്ളൊരു സൈൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഡിവൈൻ ടൈമിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക്. എനിക്ക് എവിടെയോ ഇത് ഫീൽ ചെയ്തത് നിങ്ങളുടെ ഒരു സമയമായി വരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, മേ ബി നിങ്ങൾ ഇത് അബ്രോഡ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം കേട്ടോ. ചിലവർക്ക് ഓക്കെ, പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന അതായിരിക്കാം. ഓക്കെ, എന്താ ആലോചിച്ച് ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകണ്ട. കാര്യങ്ങളെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാം നിങ്ങൾക്ക് ശരിയായിട്ട് വരും, പോസിറ്റീവിലേക്ക് വരും. ഓക്കെ, ഒരു ഫ്രണ്ട് ഉണ്ടാവും എന്നും കാണുന്നുണ്ട്. ഓക്കെ, എനിവേ, സോ എല്ലാം കൊണ്ടും ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് റീഡിംഗ് ഉണ്ട് ഇവിടെ. ചില നെഗറ്റീവ് ഇതിലേക്ക് പോകാതിരിക്കുക, അഡിക്ഷൻസിലേക്ക് പോകാതിരിക്കുക, ഒബ്സഷനിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.